വനിതാ സംവരണ ബില്ലിൽ ഇന്നും നാളെയും ലോക്സഭയിൽ വളരെ നിർണായകമായ ചർച്ച വരുന്നുണ്ട്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുക. ബിൽ ലോക്സഭ കടന്നാൽ ശനിയാഴ്ച രാജ്യസഭയിൽ അവതരിപ്പിക്കും. ലോക്സഭാ സീറ്റുകൾ 850 ഉയർത്തി വനിതാ സംവരണം നടപ്പാക്കാനുള്ള ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. 2029 വീണ്ടും അധികാരത്തിലെത്താനുള്ള കേന്ദ്രത്തിന്റെ ഗൂഢശ്രമം ആണ് ബില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണമുയരുന്നത്. ഇന്നിപ്പോൾ ലോക്സഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. റഷീദ് ബിൻ മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഷീദ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ബില്ല് അവതരിപ്പിക്കാനുള്ള ശ്രമം ലോക്സഭയിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധമുണ്ട്. തമിഴ്നാട് പ്രത്യക്ഷമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇന്നിപ്പോൾ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ലോക്സഭയിലുള്ള നീക്കങ്ങൾ നടക്കുക. ഇന്ന് പ്രതിപക്ഷ നിലപാട് എന്തായിരിക്കും? എങ്ങനെയാണ് ഭരണപക്ഷം ഇതിനെ മറികടക്കാൻ ശ്രമിക്കുക? ബില്ല് അവതരണവും ബില്ല് പാസ്സാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക? റഷീദ്. ഗുഡ് മോർണിംഗ് ജിൽസെ. രാജ്യത്തിന്റെ ചരിത്ര പ്രാധാന്യമുള്ള ഏറെ നിർണായകമായിട്ടുള്ള ദിനം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വനിതാ ഭേദഗതി സംവരണ ബില്ല് ഇന്ന് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരികയാണ്. എല്ലാ അംഗങ്ങളും ഇതിനോടകം തന്നെ സഭയിൽ ഹാജരാക്കണമെന്നുള്ള കടുത്ത നിർദ്ദേശം കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും ഈ ബില്ലിനെ ചൊല്ലി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും മണ്ഡല പുനർനിർണയ ബില്ല്, കേന്ദ്രഭരണ നിയമ ഭേദഗതി ബില്ല്, അതോടൊപ്പം തന്നെ വനിതാ സംവരണ ഭേദഗതി ബില്ല് എന്നിങ്ങനെ പ്രധാനപ്പെട്ട 3 ബില്ലുകളാണ് ഇന്ന് ലോക്സഭയുടെ പരിഗണനയിൽ വരുന്നത്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാളാണ് ഈ സംവരണ ഭേദഗതി നിയമം ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നത്. 131ാമത് ഭേദഗതി ബില്ലായിക്കൊണ്ടാണ് ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ലോക്സഭയിൽ 850 അംഗങ്ങളുടെ എണ്ണം 850 ആക്കി ഉയർത്തിക്കൊണ്ട് വനിതാ സംവരണം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ ഈ വനിതാ ഭേദഗതി സംവരണ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും 850 സീറ്റുകൾ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ നിയമസഭാ സീറ്റുകളുടെയും അതോടൊപ്പം ലോക്സഭാ സീറ്റുകളുടെയും വർധനവ് ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം ഈ 850ന്റെ 33% 283 സീറ്റുകൾ അത് വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വനിതാ ഭേദഗതി ബില്ലിൽ കേന്ദ്ര സർക്കാർ പ്രധാനമായി കൊണ്ടുവന്നിട്ടുള്ള വ്യവസ്ഥ. നേരത്തെ 2023 പാസ്സാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ഈ നിയമം 2024 നിലവിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടന്ന ഘട്ടത്തിലും അതോടൊപ്പം അതിനുശേഷം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഈ വനിതാ സംവരണ ഭേദഗതി നിയമം അത് നടപ്പിലാക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിലെ വ്യവസ്ഥകളെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം ശക്തമായിട്ട് ഇതിനെ എതിർക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് വനിതാ സംവരണ ഭേദഗതി ബില്ലിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടത്താനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. പക്ഷേ ഏത് വ്യവസ്ഥയിലാണ് ഇത്തരത്തിൽ മണ്ഡല പുനർനിർണയം നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് എന്നുള്ളതിൽ നിലവിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. അക്കാര്യം ആവർത്തിച്ച് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഒരു മൗനം തുടരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരുകയും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലിന് പിന്നാലെ ഇത്തരത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുകയാണെങ്കിൽ അതിലെ വ്യവസ്ഥകൾ വ്യക്തമാക്കണം, അല്ലാത്ത പക്ഷം ഈ ബില്ലിനെ ശക്തമായി തന്നെ എതിർക്കും എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. എന്തായാലും 283 സീറ്റുകൾ വനിതകൾക്ക് സംവരണം ചെയ്യുന്നതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയം നടത്തുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2023 പാസ്സാക്കിയെടുത്തിട്ടുള്ള ഈ ബില്ലിൽ നിയമത്തിൽ പറയുന്നത് അടുത്ത സെൻസസ്, അതായത് 2026 നടക്കാൻ പോകുന്ന സെൻസസ് പ്രകാരമായിരിക്കണം മണ്ഡല പുനർനിർണയം നടത്തേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് 2011 സെൻസസ് പ്രകാരമായിരിക്കും ഈ സംവരണം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ SC/ST അടക്കമുള്ള വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം നൽകുന്നുണ്ടെങ്കിൽ പോലും OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉപസംവരണവുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശവും ഈ ബില്ലിൽ ഇല്ല എന്നുള്ളതും പ്രതിപക്ഷത്തെ കൂടുതൽ ആശങ്ക വരുത്തിയിരിക്കുക. അതോടൊപ്പം തന്നെ ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ഈ മണ്ഡല പുനർനിർണയം നടത്തുന്നത് എന്നതൊന്നും
തന്നെ കേന്ദ്ര സർക്കാർ ഇതുവരെയും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഈ ബിൽ പാസ്സായ ശേഷം ഒരു കമ്മീഷനെ നിയമിക്കുകയും ഈ കമ്മീഷനായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് ഈ നിയമം പാസ്സാക്കി എടുക്കുന്നത് എങ്കിൽ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സാരമായി തന്നെ ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. അതിൽ കടുത്ത ആശങ്ക ഇതിനോടകം തന്നെ പ്രതിപക്ഷവും മറ്റു എംപിമാരൊക്കെ തന്നെയും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും നിലവിൽ ഈ കുടുംബാസൂത്രണം അടക്കം വിജയകരമായി പൂർത്തീകരിച്ചിട്ടുള്ള കേരളം, തമിഴ്നാട് അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നിയമസഭകളിലും ലോക്സഭകളിലും ഉള്ള ഒരു പ്രാതിനിധ്യത്തിന്റെ കുറവ് അത് വലിയ തോതിൽ ഉയർന്നു കാണിക്കുകയും UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പാർലമെന്റിൽ വലിയ തോതിൽ അവർക്ക് സീറ്റ് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നിയമവ്യവസ്ഥകളിലും നിയമനിർമ്മാണത്തിലൊക്കെ തന്നെയും ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാളാണ് ഈ സഭയിൽ ഇത് അവതരിപ്പിക്കുക. 11 മണിക്ക് സഭ ചേരുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ വ്യക്തമാക്കുക, അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം ലോക്സഭയിൽ ഭൂരിപക്ഷം ആവശ്യമുണ്ട് ഈ ബിൽ പാസ്സാകണമെങ്കിൽ. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഒക്കെ ഒരു പിന്തുണ, അതേഴ്സിന്റെയോ ഒക്കെ ഒരു പിന്തുണ ആവശ്യമായി വരും. അത്തരത്തിലുള്ള നീക്കങ്ങൾ എത്ര കണ്ട് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്? ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് ആയതുകൊണ്ടാണ് ഈ 2/3 ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ലോക്സഭയുടെയും രാജ്യസഭയുടെയും കേവല ഭൂരിപക്ഷത്തിന് വിട്ടുകൊണ്ട് ബിൽ പാസ്സാക്കുന്ന രീതിയാണുള്ളത്. പക്ഷേ ഭരണഘടനാ ഭേദഗതി ബില്ല് ആയതുകൊണ്ട് തന്നെ സഭയിൽ ഹാജരാകുന്ന ആളുകളുടെ 2/3 ഭൂരിപക്ഷം വേണം എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ 543 പേരാണ് ലോക്സഭയിൽ ഉള്ളത്. 2 ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ബില്ല് കൊണ്ടുവരിക. സാധാരണ ശബ്ദ വോട്ടോടൊക്കെ തന്നെ വിജയിപ്പിക്കാറുണ്ടെങ്കിൽ പോലും ഇത് അത്തരത്തിൽ ശബ്ദ വോട്ടോട് കൂടി വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഭയിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി തേടേണ്ട സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ചും NDAക്ക് ലോക്സഭയിൽ 293 അംഗങ്ങളാണ് ഉള്ളത്. മറ്റുള്ളവ, അതായത് പ്രതിപക്ഷമല്ലാതെ മറ്റുള്ള പാർട്ടികളെ കൂടി കണക്കാക്കുകയാണെങ്കിൽ 13 അംഗങ്ങളാണ് സഭയിലുള്ളത്. ഇവരുടെ പിന്തുണ ലഭിച്ചാൽ പോലും പ്രതിപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ ഈ ബിൽ പാസ്സാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി തന്നെ പ്രതിപക്ഷം ശക്തമായിട്ടുള്ള ഒരു നിലപാട് ഇതിനോടകം തന്നെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബില്ല് ഏതെങ്കിലും വിധേന ലോക്സഭ കടക്കുകയാണെങ്കിൽ രാജ്യസഭയിലും സമാനമായിട്ടുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രതിരോധം NDA സഖ്യം മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ചും 144 അംഗങ്ങളാണ് രാജ്യസഭയിൽ BJPക്കായിട്ട് അല്ലെങ്കിൽ NDA സഖ്യത്തിന് ഉള്ളത്. മറ്റു കക്ഷികളുടെ അടക്കം നില പരിശോധിക്കുകയാണെങ്കിൽ 2/3 ഭൂരിപക്ഷത്തിന് 160 പേരുടെ പിന്തുണ ആവശ്യമായി വരും. അതേസമയം 17 അംഗങ്ങളാണ് പ്രതിപക്ഷം അല്ലാതെ രാജ്യസഭയിലുള്ളത്. ഇവരുടെ പിന്തുണ ലഭിച്ചാൽ പോലും ബില്ല് അനായാസം പാസ്സാക്കിയെടുക്കാൻ കേന്ദ്രത്തിന് സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വനിതാ സംവരണ ഭേദഗതി ബില്ലിനൊപ്പം തന്നെ ഈ മണ്ഡല പുനർനിർണയ ബില്ലിനെ കൂടി എതിർക്കാനുള്ള ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കാനുള്ള സാധ്യത കൂടി ഇപ്പോൾ പ്രതിപക്ഷം മുന്നിൽ കാണുന്നുണ്ട്. അതായത് വനിതാ സംവരണ ബില്ലിനെ എതിർക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ എന്ന പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ഇന്ന് ഈ സഭ പ്രക്ഷുബ്ധമാവുകയും അല്ലെങ്കിൽ സമാനമായിട്ടുള്ള രീതിയിൽ ഈ ബില്ല് പാസ്സാക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും BJPയും അതോടൊപ്പം തന്നെ NDA ഘടക കക്ഷികളും പ്രചരിപ്പിക്കാൻ പോകുന്ന അത്തരത്തിലായിരിക്കും. അതായത് വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാകും. വനിതാ സംവരണ ബില്ലിനെ എതിർത്തു എന്ന് തത്വത്തിൽ കാണിക്കാനുള്ള ശ്രമം. പക്ഷേ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആശങ്കകൾ പ്രതിപക്ഷത്തിനടക്കമുള്ള ഒരു സാഹചര്യത്തിൽ മണ്ഡല പുനർനിർണയത്തിന് ശേഷമായിരിക്കും വനിതാ സംവരണ ബിൽ നടപ്പാക്കുക എന്നതിനുമുള്ള ഒരു വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളൊക്കെ പങ്കുവെക്കുന്നത്. എന്തായാലും